കണ്ണേ മടങ്ങുക, മകനേ ഇറങ്ങി വരിക, മകനേ മാപ്പ്. എന്തൊരു വലിയ അച്ഛൻ്റെ മകനാ താങ്കൾ. വിപ്ലവ സിംഹമായിരുന്നില്ലേ എം വി രാഘവൻ? അദ്ദേഹം ഒരു ജനാധിപത്യപരമായി ഒരു പേപ്പർ അവതരിപ്പിച്ചു, ഒരു അഭിപ്രായം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. കേന്ദ്രീകൃത ജനാധിപത്യമെന്നും ആത്മാവിൽ ഒരു മില്ലിമീറ്റർ പോലും ജനാധിപത്യമില്ലാത്ത പാർട്ടിയാണല്ലോ. ആ പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായം പറഞ്ഞു. സാധാരണ പാർട്ടിക്കകത്താണെങ്കിൽ വേണം വേണ്ട, ശരി തെറ്റ് എന്നുള്ള രണ്ട് ഒപ്പീനിയന് രണ്ട് വിഭാഗക്കാരല്ലേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് മൂന്നുണ്ടെന്നാണ്. ഒന്ന് വേണമെന്നുള്ളവർ, വേണ്ട എന്നുള്ളവർ, നിഷ്പക്ഷമായി അഭിപ്രായമില്ലാത്തവർ. നയരേഖ അവതരിപ്പിച്ചപ്പോൾ എം വി രാഘവൻ്റെ നേതൃത്വത്തിലൊരു നയരേഖ അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ ആദ്യം എം വി രാഘവൻ്റെ കൂടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപകടം മണത്തപ്പോൾ തോമസ് ഐസക് അവിടെ നിന്ന് ചാടി, ഞാൻ പാർട്ടിയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ കൂടെ പോയി, മറ്റേ പക്ഷത്തിൻ്റെ കൂടെ പോയി. അപ്പോഴും നിഷ്പക്ഷതയിൽ ഉറച്ചു നിന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്, ആ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് എം വി രാഘവനെ പുറത്താക്കി. പിന്നെ കേരളം കണ്ടതെന്താണ്? പുഷ്പനയടക്കം 6 രക്തസാക്ഷികളുണ്ടായി. പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ കേന്ദ്രം തീയിട്ടു. പരിയാരത്തെ മെഡിക്കൽ കോളേജിനെ നശിപ്പിച്ചു. പിന്നെ അവർ ഏറ്റെടുത്തു CPM. എം വി രാഘവൻ്റെ ബന്ധുമിത്രാദികൾക്കെല്ലാം പാപ്പിനിശ്ശേരിയിലുണ്ടായിരുന്ന ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തിട്ട് കണ്ണൂർ നഗരത്തിലേക്ക് വന്ന് ക്യാമറയുടെ മുന്നിൽ താമസിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുടെയും ദുര്യോഗങ്ങളുടെയും ഒരു പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷം CMP എന്ന പാർട്ടി ഉണ്ടാക്കിയെന്നുള്ള ഒറ്റ കാരണത്താൽ CMPക്ക് നഷ്ടപ്പെട്ടത് എത്ര രക്തസാക്ഷികളെയാണ്, കണ്ണൂരിലും കടയ്ക്കലുമൊക്കെ ആയിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നികേഷ് കുമാർ ഉളുപ്പില്ലാതെ ചളിപ്പില്ലാതെ നേരെ ചെന്ന് കയറി റിപ്പോർട്ടർ ചാനൽ രാജിവെച്ചല്ല, അത് നഷ്ടത്തിലോടിയതിന് ശേഷം. താങ്കളൊരു ദുരന്തമാണ്. താങ്കളല്ലേ കിണറ്റിപ്പോയി ഇറങ്ങുമായിരുന്നു ഷാജി പറഞ്ഞപ്പോൾ. താങ്കൾ തെരഞ്ഞെടുപ്പിൽ ദുരന്തം, താങ്കൾ ഏറ്റെടുത്ത കേസുകൾ ദുരന്തം. ദിലീപിൻ്റെ കേസൊക്കെ ഏറ്റെടുത്ത് വല്ലതും നടന്നോ? ഇന്ത്യ വിഷൻ നടത്തി MK മുനീറിൻ്റെ ഈ കൂട്ടാളികളുടെ സ്വത്ത് മൊത്തം മുടിച്ചു. അവർ പിന്നെ മാന്യരായതുകൊണ്ട് പിന്നെ പുറത്ത് പറഞ്ഞില്ല. കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ റിപ്പോർട്ടർ ചാനൽ വിറ്റ് മരമുറിക്കാർക്ക് കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടിക്ക് ജോലി നഷ്ടപ്പെട്ടു. നികേഷ് കൂടെ അങ്ങ് പോയി. അവർ കരഞ്ഞുകൊണ്ട് മറ്റ് ചാനലുകൾ, ഓൺലൈൻ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ 2 ദുരന്തമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു ദുരന്തം, അത് കഴിഞ്ഞ് ഇന്ത്യ വിഷൻ നടത്തി, അത് ദുരന്തം. അത് കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനൽ നടത്തി, അത് ദുരന്തം. അടുത്ത റിപ്പോർട്ടർ ചാനൽ ചേർന്നു, അവിടെയും ദുരന്ത നായകനായിട്ട് രാജിവെച്ചു. നേരെ ചെന്ന് കയറിയത് വലിയ ദുരന്തത്തിലേക്കാണ്. ദുരന്തത്തിൽ നിന്ന് നല്ലതിലേക്ക് പോകണ്ടേ? അവിടെ MV ജയരാജൻ്റെ നേതൃത്വത്തിൽ ചില ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ സജീവമാക്കി നിർത്തിയിരിക്കുന്ന സമയത്താണ് താങ്കൾ ചെന്ന് കയറിയത്. പറഞ്ഞതെല്ലാം ഫ്ലോപ്പായി. എന്തൊക്കെയാണ് ഫ്ലോപ്പായത്? ഒരു പെൺകുട്ടി സെൽഫി എടുത്തോട്ടെ എന്നൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാറി നിൽക്ക്, കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അതെല്ലാവരും കണ്ടതാണ്, എല്ലാ ചാനലുകളും. പിന്നെ അതിൽ ട്രോൾ അടിക്കാൻ പോകണമായിരുന്നു നികേഷേ? അത് ഇഗ്നോർ ചെയ്യണ്ടായിരുന്നോ? ബാലുശ്ശേരിയിൽ ഒരു അമ്മാവനെ പിടിച്ച് കയറ്റി, ഒരു പാവപ്പെട്ട മൊയ്തീനെ പിടിച്ച് കയറ്റി 2000 രൂപയും കൊടുത്ത് നിങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്തു? കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊടുത്തു. UDF വരണം, നിങ്ങൾ തന്നെ, അല്ല UDF വരരുത്, നിങ്ങൾ തന്നെ വരണം, നിങ്ങൾ വന്നില്ലെങ്കിൽ 2000 കിട്ടില്ലെന്ന് പറഞ്ഞ് കുറച്ച് ചൂടാറുന്നുമ്പേ, ആ രൂപയുടെ കൊടുത്ത ചൂടാറുന്നുമ്പേ അമ്മാവൻ പറഞ്ഞു, എന്നെ തന്ന് ചെയ്യിപ്പിച്ചതാണ് നികേഷൻ ടീമും. PC വിഷ്ണുനാഥിനെതിരെ ഒരു അമ്മയെ, ഒരു DYFIക്കാരൻ്റെ അമ്മയെ കോൺഗ്രസ്സുകാരനെന്നുള്ള ഇതൊക്കെ കെട്ടി, വേഷമൊക്കെ കെട്ടി കൊണ്ടുപോയി PC വിഷ്ണുനാഥിനെതിരെ ട്രോൾ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഈ വ്യക്തിഹത്യ അങ്ങ് മതിയാക്കുക. എന്നിട്ട് നിങ്ങൾ ഇരുണ്ട കാലം എന്ന് പറഞ്ഞ്, മകനേ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഇതാരാ നിങ്ങൾ ഉപദേശിക്കുന്നത്? ആ വെബ്സൈറ്റിൽ മരിച്ചുപോയ ആര്യാടൻ മുഹമ്മദ്, കേരളത്തിലെ രാഷ്ട്രീയത്തിനിതമായി സകല ആളുകൾ ബഹുമാനിക്കുന്ന ആര്യാടൻ മുഹമ്മദ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം മുസ്ലിം നാമധാരിയായി ജനിച്ചെങ്കിലും വളരെ വലിയ ദേശീയതയുടെയൊക്കെ അപ്പോസ്തലനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് വലിയ ഫൈറ്റ് നടത്തുന്ന
ഒരു ആദർശധീരനായിരുന്നു ആര്യടൻ മുഹമ്മദ്. അതുപോലെ ഇബ്രാഹിം കുട്ടിയെക്കുറിച്ച് പിന്നെ അവസാനം കുറച്ച് കേസെങ്കിലും വന്നെന്ന് പറയാം. അവരൊക്കെ മരിച്ചു പോയവരല്ലേ. എം വി രാഘവൻ സാറിനെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും ഒരു ഇതുപോലൊരു സാധനം ഇട്ട് എം വി രാഘവൻ്റെ പടം ഇട്ടിട്ട് UDF അടിച്ചാൽ അല്ലെങ്കിൽ BJP അടിച്ചാൽ എങ്ങനെ ഇരിക്കും? LDF അടിക്കും. അത് പിന്നെ അവർക്ക് ഈ നേരം നിറയും വെള്ളിയാഴ്ചയും വ്യവസ്ഥയില്ലാത്തവരാണ് ഈ കാര്യങ്ങളിലൊന്നും. സ്വന്തം അമ്മയായാൽ പോലും പാർട്ടി അല്ലെങ്കിൽ അടിച്ച് കൊന്നുകളയും. അമ്മയെ കൊന്നാലും പാർട്ടി ആണ് കാരണം ചെയ്ത് അവരെ കൂടെ കയറി നിൽക്കും. കൂടെ നിൽക്കുന്നവൻ എന്ത് തെമ്മാടിത്തരം കാണിക്കാം, എന്തും ബീഫ് കഴിക്കാം, തെമ്മാടിത്തരം കാണിക്കാം. വേടന് ഇപ്പോൾ മാർക്കിട്ടല്ലോ ഗോവിന്ദൻ, MV ഗോവിന്ദൻ വേടന് മാർക്കിട്ടു. വേടൻ്റെ കല്യാണം ഗോവിന്ദൻ്റെ മറ്റേതോ ബന്ധുക്കളെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് അവിടെ നടക്കും. തെറ്റ് ചെയ്താലും കുഴപ്പം കാണിച്ചാലും അശ്ലീലം പറഞ്ഞാലും കൊലപാതകം നടത്തിയാലും എന്ത് ചെയ്താലും കൂടെ നിൽക്കാം. പക്ഷെ പുറത്തു പോകുമ്പം കുലംകുത്തി, വർഗവഞ്ചകൻ, എന്തൊക്കെ പേരുകളാണ്, പരനാറി, എന്തൊക്കെ പേരാണ് വരുന്നത്. PK ശശി ഇപ്പോൾ പരനാറിയായിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ പരനാറിയായി, വർഗശത്രുവായി, കൊലംകുത്തിയായി. ഈ സ്ഥലത്ത് കയറി നിന്നിട്ട് നികേഷ് കുമാർ, നിങ്ങൾ വലിയ ദുരന്തമാണ്. നിങ്ങൾക്കിത് അറിയില്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ടു നടക്കാൻ. നിങ്ങൾക്ക് സാധാരണ ചാനൽ കൊണ്ടു നടക്കാനേ അറിയത്തില്ല. എങ്കിൽ പിന്നെ അത് ലാഭമായിട്ട് കൊണ്ടു നടക്കുമായിരുന്നല്ലോ 2 എണ്ണം. അല്ലെങ്കിൽ താങ്കൾ കൈരളി പിന്നെ കൈരളി പോകാമായിരുന്നു തന്നെ നന്നായി. പിന്നെ അതിനെയും കൂടെ പൂട്ടാനായിട്ട് താങ്കൾ അവിടെ ചെന്ന് അതും കൂടെ പൂട്ടിയാലോ. അതുകൊണ്ടായിരിക്കും അവരവിടെ കയറ്റാത്തത്. താങ്കൾ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് പോകുമോ? താങ്കൾ CPM പോയത് തന്നെ വലിയ അബദ്ധമല്ലേ? താങ്കളുടെ അച്ഛൻ പൊറുക്കുമോ? അച്ഛൻ്റെ ആത്മാവ് പൊറുക്കുമോ? അമ്മ പൊറുക്കുമോ? സഹോദരങ്ങൾ പൊറുക്കുമോ? ഭാര്യ പൊറുക്കുമോ? മക്കൾ പൊറുക്കുമോ? കണ്ണൂരിലെ താങ്കളുടെ സഹാക്കൾ ആരെങ്കിലും പൊറുക്കുമോ? സകല പേരെയും വേട്ടയാടിക്കൊണ്ട് സകല സ്ഥലത്തു നിന്നും എതിർപ്പ് വാങ്ങിക്കൊണ്ട് കേവലം ഒരു സ്ഥാനത്തിന് വേണ്ടി, ഒരു MLA സ്ഥാനത്തിന് വേണ്ടി താങ്കൾ പോയി. അമ്പേ പരാജയപ്പെട്ടു. അതും ആരെടുത്താൽ പരാജയപ്പെട്ടത്? നമ്മുടെ ഗുണ്ട് ഷാജിയുടെ KM ഷാജിയുടെ പപ്പടം പോലെ നിൽക്കുന്ന KM ഷാജിയുടെ പരാജയപ്പെട്ടു. എന്നിട്ട് നേരെ ജില്ലാ കമ്മിറ്റി വച്ച് പിടിച്ചു. അവിടെ നേരെ MV ഗോവിന്ദനെ കമ്പനി അടിച്ച് തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ വന്നു. അവിടെ വളരെ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ദേശാഭിമാനിയിലേക്ക് സീനിയർ എഡിറ്റർമാരായിട്ടുള്ള സീനിയർ പത്രപ്രവർത്തകരെ എല്ലാം പുറത്തെ അടിച്ചു. അതുകൊണ്ട് ഇപ്പം മുകേഷിനോട് പറയുന്നത്, മകനെ ഇറങ്ങിക്കോളൂ, മകനെ പുറത്തേക്ക്, കടക്ക് പുറത്ത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മകനെ കടക്ക് പുറത്ത് മാറി നിൽക്ക്, മകനെ അവിടെ നിന്ന് ഇറങ്ങിക്കോളുക. AKG സെൻറ്ററിൻ്റെ സൈബർ വിഭാഗം അവർ പഴയ ക്യാപ്സൂളുമൊക്കെ ആയിട്ട് അവർ അടിച്ചു പൊളിച്ച് പൊക്കോളും. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക. താങ്കൾ ഒരു ഇൻബോൺ ദുരന്തമാണ്.